ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു സേമിയ പായസം ആട്ടോ ചെയ്യാൻ പോകുന്നത്. സേമിയ പായസം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കെട്ടിയോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സേമിയ സെപ്പറേറ്റ് മേടിച്ചിട്ട് വരണമെന്ന്. അപ്പോൾ കെട്ടിയോൻ ഒരു പാക്കറ്റ് സേമിയ സെപ്പറേറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റേണിൻ്റെ എന്താ പറയുക പായസം മിക്സും കൂടെ ആട്ടോ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 ലിറ്റർ പാല് നമ്മൾ നല്ലപോലെ അടപ്പത്ത് വെച്ച് തിളപ്പിക്കുക ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി കൊണ്ടുവന്ന സേമിയ ഞാൻ നല്ലപോലെ നെയ്ക്കകത്ത് വറുത്തു. അതുപോലെ തന്നെ കപ്പലണ്ടിയും എന്താ പറയുക ഉണക്കമുന്തിരിയും ഞാൻ നെയ്ക്കകത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം നമ്മൾ തന്നെ ഇത് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ചെയ്യുമ്പോൾ ഇതെല്ലാം ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ പാലൊക്കെ തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വേറെ സംഭവങ്ങളൊക്കെ എടുക്കാൻ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പായസം മിക്സിനകത്ത് ഓൾറെഡി പഞ്ചസാര ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയായിട്ട് ഇട്ട് കൊടുക്കുന്നത്, വളരെ കുറച്ച് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് പാല് നല്ലപോലെ സൂപ്പറായിട്ട് നല്ലപോലെ ഇളക്കി തിളപ്പിക്കുക കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഏകദേശം ഈ ഒരു 1.5 ലിറ്റർ പാലിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 1.5 ലിറ്റർ വെള്ളം അടുത്ത് ചേർത്തിട്ടില്ല, ഒരു ലിറ്റർ വെള്ളം അടുത്ത് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം പറഞ്ഞാൽ സേമിയ അതിനകത്ത് കിടന്ന് വേവുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കിയല്ലേ സേമിയ വേവിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ ഇളക്കി വേവിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ സേമിയ എന്താ പറയുക വേവാത്ത വട്ടും കിടക്കും, നമ്മുടെ പാല് പറ്റിയും പോകും കേട്ടോ. നമ്മളിങ്ങനെ ഉരുളിക്കകത്തല്ലേ ചെയ്യുന്നത്, നല്ല തീയും ഉണ്ട് കേട്ടോ. നമ്മൾ സ്വാഭാവികമായിട്ട് ഉരുളിക്കകത്തൊക്കെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക നല്ല തീയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റി പോകുന്നതിന് കാരണമാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഏറെ വെള്ളം വെച്ച് നിർത്തും കുഴപ്പമൊന്നുമില്ല. ഇളക്കി അത്യാവശ്യം ഇച്ചിരി ജോലി കൂടുന്നേ ഉള്ളൂ. നമ്മൾ ഇളക്കി ആ വെള്ളം വറ്റിച്ച് കഴിഞ്ഞാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വറുത്ത് നെയ്ക്കകത്താട്ടോ നമ്മൾ സേമിയ വറുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സേമിയ നമ്മളങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. കാര്യം പറഞ്ഞാൽ ഈ സേമിയയ്ക്കൊക്കെ ഇച്ചിരി വേവ് കാണും കേട്ടോ. വേവ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇളക്കും തോറും പറ്റിക്കൊണ്ടിരിക്കുക അല്ലേ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ പായസം മിക്സും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. പായസം മിക്സിനകത്ത് ഓൾറെഡി എല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പം എന്നാലും ഞാൻ സെപ്പറേറ്റ് എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏലക്ക പൊടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കപ്പലണ്ടിയും എല്ലാം വറുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല സൂപ്പറായിട്ട് ഇളക്കുക കേട്ടോ. അപ്പുറം ഇരിക്കുന്നത് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കുമ്പിളപ്പം കേട്ടോ. അപ്പം എനിക്ക് തീറ്റ ഉണ്ടാക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. തീറ്റ ആസ്വദിച്ച് എനിക്ക് ഉണ്ടാക്കുക, ആസ്വദിച്ച് കഴിക്കുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കും, സ്വന്തമായിട്ട് കഴിക്കും കേട്ടോ. എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഉണ്ടാക്കണം. വേറെ ആരും ഉണ്ടാക്കിയാലും ഞാൻ കുറ്റവും പറയും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ നല്ലതാണെന്ന് തന്നെ പറയുവേ. അങ്ങനെ നമ്മൾ നല്ല സൂപ്പറായിട്ട് നിന്ന് ഇളക്കുക കേട്ടോ. ഞാൻ അടുപ്പിലാട്ടോ ചെയ്യുന്നത്. കാര്യം പറഞ്ഞാൽ ഈ ഉരുളിയും ഗ്യാസേ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് എന്താ പറയുക ബാലൻസ് കിട്ടിയാലോ, ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ വല്ല തെറിച്ചും പോയാലോ നമ്മുടെ മേത്തൊക്കെ ചാടിയാലോ എന്നൊക്കെ ഓർത്ത് പേടിച്ചിട്ട് ഞാൻ അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. അങ്ങനെ നല്ല സൂപ്പറായിട്ട് നമ്മൾ ഇളക്കുന്നുണ്ട് കേട്ടോ. ഇളക്കൊരു ഭയങ്കര കഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. എപ്പോഴും ഇളക്കിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ അരിപ്പായസമൊക്കെ വെക്കുവാണെങ്കിൽ ഇളക്കിയില്ലെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ. പക്ഷേ ഇത് നമ്മൾ അടിക്കൊന്നും പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ നല്ല സെറ്റപ്പായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കിയാട്ടോ നമ്മൾ സേമിയ വേവിക്കേണ്ടത് കേട്ടോ. പിന്നെ പാൽപ്പായസം, ഈ ഒരു പായസം എന്ന് പറഞ്ഞാൽ സേമിയ പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ എന്താ പറയുക പറ്റിയില്ലെങ്കിൽ വെള്ളവും ഇതും കൂടെ ചിലർക്കും വേറെ ആൾക്കാർക്ക് വേറെ രീതിയിലേക്കായിരിക്കും ഇഷ്ടം. എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സേമിയയുടെ ആ നൂല് പോലെ കിടക്കുന്ന സംഭവമില്ലേ, അതും പാലും കൂടെ ഏകദേശം ഒരുപോലെ നിൽക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അല്ലാതെ വെള്ളം ഓവറായിട്ട് കൂടിപ്പോയി പാല് തന്നെ കുടിക്കുന്നതിനോട് എനിക്ക് വലിയ ഇഷ്ടമില്ല. എല്ലാവർക്കും എങ്ങനത്തെ ഇഷ്ടം എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ അടുക്കളയാട്ടോ, വേറെ എങ്ങോട്ടും നിങ്ങൾ നോക്കുകയൊന്നും വേണ്ട കേട്ടോ. ഞാനിവിടെ കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല സൂപ്പറായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഇളക്കി. പിന്നെ എനിക്ക് മധുരത്തിന് ഒരു ഇച്ചിരി കുറവ് വന്നെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ലേശം പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇളക്കി നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇളക്കലല്ലേ, എല്ലാവരും ഇളക്കി മടുക്കും കേട്ടോ. പിന്നെ ചൂടത്തും കൂടെ ആവുകയാണെങ്കിൽ പിന്നെ പറയുകയും കൂടെ വേണ്ട കേട്ടോ. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ടാട്ടോ എൻ്റെ അടുത്തിരിക്കുന്ന കുമ്പിളപ്പം ഞാൻ അറിയാതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ക്യാമറ എൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്, ഫോൺ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്രവശത്തേക്ക് ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്നും ഓർക്കണ്ട, അവൾ ഉണ്ടാക്കി വെച്ചിട്ടെല്ലാം നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ്, അങ്ങനെയൊന്നും ഓർക്കൊന്നും ചെയ്യണ്ട. ഇതെല്ലാം സ്വന്തമായിട്ട് ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ടാട്ടോ. അങ്ങനെ നമ്മുടെ പായസം ഏകദേശമൊക്കെ നല്ല സൂപ്പറായിട്ട് തിളച്ച് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം അധികം ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ വെള്ളം പറ്റണം കേട്ടോ. ഞാനിപ്പോൾ കാണിക്കുന്നത് ഏറെ വെള്ളമുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വെള്ളമുണ്ട് ഏറെ. നിങ്ങൾക്ക് പിന്നെ ഇച്ചിരി ഏലക്കായ് ചതച്ചത് നമ്മളങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കായ ഞാൻ ഒരുപാട് ചതച്ചില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കുന്നുണ്ട് കേട്ടോ.
ഈ ഒരു പരുവത്തിൽ നമ്മൾ ഉരുളി വാങ്ങി വെച്ചാലേ ഏകദേശം ഞാൻ ആ പറഞ്ഞ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉണക്കമുന്തിരിയും കപ്പലണ്ടിയും നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ചെറുതായിട്ട് ചേർത്ത് നെയ്ക്കകത്താട്ടോ നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഇച്ചിരി ഏറെ വെള്ളം കൂടുതലാണ്. അപ്പോൾ ഞാൻ ഉരുളി അങ്ങ് വാങ്ങി വെക്കുക ചെയ്യുന്നത് കേട്ടോ. കാര്യം ആ ഉരുളിക്കകത്തിരിക്കുമ്പോൾ നല്ലപോലെ പറ്റും കേട്ടോ. നമ്മൾ ഇളക്കിയില്ലെങ്കിലും ആ ഉരുളിക്കകത്തിരുന്ന് നല്ല സൂപ്പറായിട്ട് പറ്റി അടിപൊളിയായിട്ട് സെറ്റാകും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ടാറ്റാ ബൈ ബൈ ഉമ്മ.